തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ച വലിയൊരു മഴയാണ് ഇത്തരത്തിൽ വലിയൊരു വെള്ളക്കെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകാൻ കാരണം. എടുത്തു പറയേണ്ടത് ആമഴഞ്ചാൻ തോട് നിറഞ്ഞ ഒഴുകിയതാണ് ഈ തിരുവനന്തപുരം ഗൗരീശപട്ടം പ്രദേശത്ത് പഴവങ്ങാടി, ചാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളം കയറുന്നതിന് കാരണമായി പറയുന്നത്. ഈ പഴവങ്ങാടിയിലാണെന്നുണ്ടെങ്കിൽ കടകളിൽ ഉൾപ്പെടെ ഇന്നലെ വെള്ളം കയറിയിരുന്നു. ഗൗരീശപട്ടത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം 300ഓളം വീടുകളിലാണ് ഈ ആമഴഞ്ചാൻ തോടിൻ്റെ സമീപത്തായിട്ടുള്ള 300ഓളം വീടുകളിലാണ് പൂർണ്ണമായി വെള്ളം കയറിയത്. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്ത് ഇപ്പോൾ വെയിലാണ്. മഴയുടെ കോളൊക്കെ ഒന്ന് മാറി വെയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് നിന്നൊക്കെ തന്നെ വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവിടെ നിന്ന് മാറി കുന്നുകുഴി സ്കൂളിലേക്കൊക്കെ തന്നെ താമസമാക്കിയവർ ഇവിടേക്ക് വന്ന് വീടുകൾ വൃത്തിയാക്കുകയും അവരവരുടെ ജോലികൾക്കായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. എല്ലാം പോയി, ഒന്നുമില്ല. കഴിഞ്ഞ ഒരു മഴയത്ത് ഞങ്ങൾ രാത്രി 12 മണിക്ക് റോട്ടിൽ കയറിയിട്ട് 5 മണിക്കാണ് വന്നത്. റോട്ടിൽ പോയിരുന്നു. ഇപ്പം റോഡിൽ ഇരുന്നപ്പം മേയറും കൗൺസിലറൊക്കെ വന്ന് ഞങ്ങളെ സ്കൂൾ തുറന്ന് സ്കൂളിൽ കൊണ്ടുപോയി. സ്കൂളിൽ നിന്ന് രാവിലെ വന്ന് ഇവിടെ തേച്ച് ഒരു സാധനമില്ല, എല്ലാം പോയി, നനഞ്ഞു പോകുന്നു പോയി. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ പെയ്ത വലിയൊരു മഴയിൽ വലിയ രീതിയിലുള്ള കൃഷിനാശമൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാട്ടാക്കടയിൽ വലിയ രീതിയിലുള്ള കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. വർക്കല പാപനാശത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പാപനാശം കുന്നിടിഞ്ഞ് 4 സ്ഥലത്താണ് ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ കുന്നിടിഞ്ഞത്. അവിടെ പാപനാശം കുന്നിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുന്നിൻ്റെ സമീപത്തായി ഈ കടകളിലേക്കൊക്കെ പോകുന്നതിന്, കടകളിൽ നിന്ന് ബീച്ചിലേക്ക് വരുന്നതിനൊക്കെ തന്നെ അനധികൃതമായ സ്റ്റെപ്പുകളൊക്കെ തന്നെ പലരും സ്റ്റെപ്പുകളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതും കുന്നിടിയാനുള്ള ഒരു കാരണമായി പറയുന്നു. അതുമാത്രമല്ല, ഈ അനധികൃതമായിട്ടുള്ള റിസോർട്ടുകളുടെ നിർമ്മാണം, റിസോർട്ടുകളിൽ കുന്നിനോട് ചേർന്നുകൊണ്ട് തന്നെയുള്ള സ്വിമ്മിംഗ് പൂളുകളുടെ നിർമ്മാണം, ഇതൊക്കെയാണ് ഈ പാപനാശം കുന്ന് മഴയത്ത് ഇടിയാനുള്ള കാരണങ്ങളായി ഇപ്പോൾ പ്രദേശവാസികൾ തന്നെ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരത്ത് പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരത്ത് നഗരത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇന്നലത്തേതിന് സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്. എന്തായാലും ഇന്ന് ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഈ വീടുകളൊക്കെ തന്നെ വൃത്തിയാക്കിയതിനു ശേഷം, ഇന്നലെ വെള്ളം കയറിയ ഭാഗത്തൊക്കെ തന്നെ വീടുകളിൽ നിന്ന് ചെളി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ അവർ കഴുകി കളഞ്ഞതിനു ശേഷം അവരൊക്കെ ഇപ്പോൾ അവരുടെ ജോലിക്കായിട്ടും മറ്റും പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.